ജനപ്രിയ വാഹന നിർമ്മാതാക്കളായ മഹീന്ദ്രയിൽ നിന്നും വരും മാസങ്ങളിൽ വാഹനങ്ങളുടെ ഒരു നിര തന്നെയാണ് വിപണിയിൽ എത്തുന്നത്. കുറഞ്ഞത് 5 മോഡലുകളെങ്കിലും വിപണിയിൽ എത്തുമെന്നാണ് റിപ്പോർട്ട്. മിക്ക വാഹനങ്ങളുടെയും പരീക്ഷണ ഓട്ടത്തിന്റെ ചിത്രങ്ങളും അടുത്തിടെ പുറത്തു വന്നിരുന്നു. പുതുതലമുറ സ്കോർപിയോ, XUV 400, TUV 300+ ഫേസ് ലിഫ്റ്റ്, ഫോർഡ് മഹീന്ദ്ര കൂട്ടുകെട്ടിൽ, കിയ സെൽറ്റോസിന്റെ എതിരാളി തുടങ്ങി ഒരുപിടി മോഡലുകളാണ് വിപണിയിൽ എത്തുന്നത്. പുതുതലമുറ സ്കോർപിയോ കാലാകാലങ്ങളിൽ നിരത്തുകളിൽ എത്തിയിട്ടുള്ള SUVകൾ നിരവധിയാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം പിറവി മുതൽ പകിട്ടൊന്നും ചോർന്നു പോകാത്ത വാഹനമാണ് സ്കോർപിയോ. മഹീന്ദ്ര നിരയിൽ നിന്നുള്ള ജനപ്രിയ SUV. താറിനോടൊപ്പം തന്നെ പുതുതലമുറ സ്കോർപിയോയെയും 2020 നടക്കുന്ന ഓട്ടോ എക്സ്പോയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് മഹീന്ദ്ര. നിരവധി തവണ വാഹനം പരീക്ഷണോട്ടം നടത്തുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. പുതിയ പ്ലാറ്റ്ഫോമിലാകും സ്കോർപിയോ വിപണിയിൽ എത്തുന്നത്. താറിൽ കമ്പനി നൽകുന്ന 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ തന്നെയാകും സ്കോർപിയോയിലും മഹീന്ദ്ര നൽകുക. താറിന് അടിസ്ഥാനമൊരുക്കുന്ന ലാഡർ ഫ്രെയിം ഷാസിയിലാണ് പുതിയ സ്കോർപിയോയും ഒരുങ്ങുന്നത്. കാൽനട യാത്രക്കാർക്ക് സുരക്ഷ ഒരുക്കുന്ന സംവിധാനങ്ങളും വാഹനത്തിന്റെ സവിശേഷതയാണ്. മഹീന്ദ്ര XUV 400 ഈ വർഷത്തിന്റെ തുടക്കത്തിലാണ് കോമ്പാക്ട് SUV നിരയിലേക്ക് മഹീന്ദ്ര XUV 300നെ അവതരിപ്പിക്കുന്നത്. വിപണിയിൽ മികച്ച വിൽപ്പന കാഴ്ചവെച്ചതിന് പിന്നാലെ വാഹനത്തിന്റെ ഉയർന്ന പതിപ്പിനെ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കമ്പനി. XUV 400 എന്നായിരിക്കും പുതിയ വാഹനത്തിന് മഹീന്ദ്ര പേര് നൽകുക. വാഹനത്തിന്റെ പരീക്ഷണ ഓട്ടത്തിന്റെ ചിത്രങ്ങളും വാർത്തകളും അടുത്തിടെ പുറത്തു വന്നിരുന്നു. താറിലും സ്കോർപിയോയിലും കമ്പനി നൽകുന്ന 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ തന്നെയാകും ഈ വാഹനത്തിനും കരുത്ത് നൽകുക. വിപണിയിലുള്ള XUV 300ന്റെ അതേ പ്ലാറ്റ്ഫോമിൽ തന്നെയാകും വാഹനം വിപണിയിലെത്തുക. എന്നാൽ അളവിൽ XUV 300നേക്കാൾ വലിയ വാഹനമായിരിക്കും ഇതെന്നാണ് റിപ്പോർട്ട്. പുതുതലമുറ താർ പുതുതലമുറ താറിനെ ഉടൻ വിപണിയിൽ എത്തിക്കുമെന്ന് മഹീന്ദ്ര വ്യക്തമാക്കി കഴിഞ്ഞു. താർ 2020 മോഡലിന്റെ പരീക്ഷണോട്ടങ്ങൾ ഇന്ത്യൻ നിരത്തുകളിൽ കുറച്ചുകാലമായി നടന്നുവരികയാണ്. നിലവിലുള്ള മോഡലിൽ നിന്നും കൂടുതൽ മാറ്റങ്ങളുമായാകും പുതിയ വാഹനം എത്തുക. പഴയ മോഡലിന്റെ ക്ലാസിക് ശൈലി നിലനിർത്തി തന്നെയാകും പുതിയ പതിപ്പിന്റെയും ഡിസൈൻ. നിലവിൽ വിൽപ്പനയ്ക്കെത്തുന്ന പതിപ്പിനേക്കാൾ വീതിയും ഉയരവും കൂടുതലാണ് പുതിയ മോഡലിന്. പുതിയ മോഡൽ ജീപ്പ് റാംഗ്ലറിനെ ഒരു പരിധിവരെ അനുകരിക്കുന്നുണ്ട്. ഇന്റീരിയറിൽ ഒരു പുതിയ ഡാഷ്ബോർഡും ഒരു പുതിയ ഇരിപ്പിട ക്രമീകരണവും ഉൾപ്പെടെ ഒട്ടേറെ നവീകരണങ്ങൾ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2020 നടക്കുന്ന ഓട്ടോ എക്സ്പോയിൽ വാഹനത്തെ അവതരിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. TUV 300+ ഫേസ് ലിഫ്റ്റ് മഹീന്ദ്ര നിരയിൽ നിന്നും ഉടൻ തന്നെ വിപണിയിലെത്തുന്ന മോഡലാണ് TUV 300+ ഫേസ് ലിഫ്റ്റ്. 2020 മഹീന്ദ്ര താർ, പുതുതലമുറ സ്കോർപിയോ എന്നിവയുടെ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയാണ് പുതിയ TUV 300+ വിപണിയിലെത്തുക. കാര്യമായ വിൽപ്പന വാഹനത്തിന് നേടാൻ സാധിക്കുന്നില്ലെങ്കിലും പുതിയ ഫേസ് ലിഫ്റ്റ് മോഡലിന് ഉപഭോക്താക്കളെ ആകർഷിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ. 7 സീറ്റർ TUV 300നെ അപേക്ഷിച്ച് ഡ്രൈവർക്കുൾപ്പെടെ 9 പേർക്ക് ഇരിക്കാനാവും എന്നതും പുതിയ പതിപ്പിന്റെ സവിശേഷതയാണ്. 2.2 ലിറ്റർ ഡീസൽ എഞ്ചിനാകും വാഹനത്തിന് കരുത്ത് നൽകുക. നിരവധി സവിശേഷതകളോടെയാകും പുതിയ പതിപ്പ് വിപണിയിലെത്തുക. നിലവിൽ വാഹനത്തിന്റെ പരീക്ഷണയോട്ടം ഇന്ത്യൻ നിരത്തുകളിൽ നടന്നു വരികയാണ്. ഫോർഡ് മഹീന്ദ്ര കോമ്പാക്ട് SUV അടുത്ത വർഷത്തോടെ XUV 400 ഇന്ത്യൻ വിപണിയിൽ എത്തുമെന്ന് മഹീന്ദ്ര വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ ഫോർഡ് മഹീന്ദ്ര കൂട്ടുകെട്ടിൽ ഒരു കോമ്പാക്ട് SUVയെ കൂടി വിപണിയിൽ എത്തിക്കുമെന്നാണ് റിപ്പോർട്ട്. വാഹനത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ കമ്പനി വെളിപ്പെടുത്തിയിട്ടില്ല. ഹ്യുണ്ടായി ക്രൈറ്റ, കിയ സെൽറ്റോസ് എന്നിവരാകും പുതിയ വാഹനത്തിന്റെ വിപണിയിലെ എതിരാളികളെന്നാണ് റിപ്പോർട്ട്.